പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം പ്രഭാഷകൻ 24-22 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല, എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ രണ്ട് കാര്യങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവിടുന്ന് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, ഞാനും നിങ്ങളും എൻ്റെ രക്ഷകനായ ഈശോയിൽ ആശ്രയിക്കുമ്പോൾ, അവിടുത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും വസിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെ പല വ്യക്തികളുടെ മുമ്പിലും നമുക്ക് തലകുലിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെ പല വ്യക്തികളുടെ മുമ്പിലും ഞാനും നിങ്ങളും വേദനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ എൻ്റെ രക്ഷകനായ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. തിരുവചനം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. വീണ്ടും വചനത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നത് എങ്ങനെയാണ്: എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് ഈശോയോട് കൂടെ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല. അവിടുത്തെ സ്നേഹത്തിൽ അവിടത്തോട് ചേർന്ന് വിശ്വാസത്തോടെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും പാപത്തിന് അടിമപ്പെടുത്തുവാൻ ഒരു അന്ധകാര ശക്തികൾക്ക് നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു പാപത്തിൽ വീഴുവാനും നമുക്ക് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുകയാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നതാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ പാപം ചെയ്യുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ, സ്നേഹം, സമാധാനം, ശാന്തിയിൽ ആ ഈശോയോട് ചേർന്ന് നിന്ന് ആ സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈശോ എന്ന രക്ഷകനിലൂടെ ഞാനും നിങ്ങൾ നമ്മുടെ പാപത്തെ വെടിഞ്ഞ് രക്ഷകനായ ഈശോയെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.